അപ്പോൾ നമ്മളിന്ന് പാടത്തേക്ക് പോവാണേ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പാടത്ത് വന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വീണ്ടും പോവാ, വെറുതെ മഴയൊക്കെ ഇപ്പം ഭയങ്കര മഴയാട്ടോ ഇവിടെ. രാവിലെ തൊട്ട് തുടങ്ങിയ മഴ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. പാടമൊക്കെ നിറഞ്ഞെന്ന് തോന്നുന്നു വെള്ളം കൊണ്ട്. എൻ്റെ അനിയത്തിയും കൂടി കേട്ടോ പാടത്തേക്ക് പോകുന്നത്. ഇവിടെ നല്ലോണം തെന്നുന്നുണ്ട് ഈ ഇറങ്ങുമ്പോൾ. നമ്മളിപ്പോ പാടത്തെത്തിട്ടോ. ഇവിടെ മൊത്തം ഇപ്പൊ മഴ കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ. അതോടൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. ഇവിടെ ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാട്ടോ, തെന്നാ സാധ്യതയുണ്ട്. ഫുള്ള് മഴ പെയ്യും. ഇതിൽ കൂടി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ വീഴും കേട്ടോ. അവിടെ നിന്നാട്ടോ ഇങ്ങനെ ഒഴുകി വരുന്നു. അങ്ങോട്ട് കുറേ ഉണ്ട്. ഇതാട്ടോ നമ്മുടെ പാടം. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചതാണ്, വേറൊന്നുമില്ല. കഴിഞ്ഞ വ്ലോഗിൽ അങ്ങോട്ടാട്ടോ പോയി. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടോ. ഇതിൽ കൂടി പോകാൻ പറ്റുമോന്ന് അറിയത്തില്ല. നമ്മളപ്പോ അങ്ങോട്ട് തന്നെ പോവാട്ടോ. ഫുള്ള് ചെളിയാട്ടോ അവിടെ. നമ്മളപ്പോ അങ്ങോട്ട് തന്നെ പോവാട്ടോ. ചെറിയൊരു വഴിയാട്ടോ. ചിലപ്പോ പാടത്ത് കിടക്കും നോക്കിയാണെങ്കിൽ. ഇവിടെ കുറെ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട്. തുമ്പി നമ്മളങ്ങനെ ഇപ്പുറത്ത് കിടന്നു. ഇന്ന് തവളേന്റെ എന്തോ പ്രാണികളുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. മഴ നിൽക്കാതെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പാടത്ത് വന്ന വ്ലോഗില് മൊത്തം വെയിലായിരുന്നു. ഇപ്പൊ മഴയോ വെറൈറ്റി അല്ലേ. ഇതിവിടെ മൊത്തം നിറഞ്ഞു വെള്ളം കൊണ്ട്. കഴിഞ്ഞ വ്ലോഗിൽ നോക്കി കാണാൻ പറ്റും എന്തോരം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ കാലൊന്നും ഇട്ട് ഇവിടെ ഇരിക്കാം, നല്ല രസമായിരിക്കും. പക്ഷെ ഇരിക്കുന്നില്ല, ഇവിടെ ഒന്നും ചെളിയാ. നല്ല രസമായിട്ടോടെ കാണാൻ. മഴ പോയാൽ നമുക്ക് കുടയൊന്നും പിടിക്കാൻ നല്ല ഭംഗിയിൽ നടക്കായിരുന്നു, നല്ല രസത്തിൽ. ഇത് അവിടെ ഫുള്ള് കൊക്കുകളാണ്. ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന എന്താണെന്നറിയോ, അവിടെ ഒരു നടുക്കൊരു മരം കണ്ട. ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്ന മറ്റേ ഗ്രാവിറ്റി കണ്ടുപിടിച്ച അവിടെ ഇരുന്നിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനോ അയാൾ ചെറുപ്പത്തില്. പിന്നെ ഇപ്പോഴാണ് മനസ്സിലായി. ഇവിടെ ഫുള്ള് വെള്ളമാട്ടോ, നിറച്ച് വെള്ളപ്പൊക്കമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കൈപ്പത്തി ആരോ മറന്നു വെച്ചു. എന്ത് വൈബാന്നറിയാം മഴയത്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നിൽക്കാൻ. നമ്മളിപ്പോൾ തിരിച്ചു പോവാട്ടോ. എൻ്റെ അനിയത്തി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അവളെന്നെ ചീത്ത വിളിക്കുക. മഴ കുറച്ചും കൂടി കൂടി. അയ്യോ, ഞാനിപ്പോൾ കിടന്നേനെ. ഫുള്ള് തെന്നി കിടക്കാം കേട്ടോ. അവിടെ നിന്ന് ആരൊക്കെയോ നടന്നു വരുന്നു.
ഓ ഇതിൽ കൂടി പോവാൻ ഒട്ടും സ്ഥലമില്ല, ചെളിയാ മൊത്തം. ഇവിടെ മൊത്തം വെള്ളമാണ്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു. ഞാൻ വേഗം പോയില്ലെങ്കിൽ അവൾ കളിക്കില്ലാവും. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഞങ്ങളിപ്പോൾ തോട്ട കിച്ചണിൽ പോയിക്കുമായിരുന്നു. ഞാൻ അതിൻ്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പാടത്തേക്കാണ് വന്നത്. റെഡിയായിട്ട് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ആ ചെടികളുടെ വഴിക്ക്. അയ്യോ അയ്യോ, ഞാൻ പാടത്ത് പോകും. ഇടി നീ പുറകിലുണ്ടോ? ഇതാണ് നീടാ വെച്ചിരുന്നേ. നമ്മളെത്തി. ഞാനിവിടെ കാല് കഴുകാൻ ഇറങ്ങുവാണ്. അവിടെ നിന്ന് ചെളി മൊത്തം എൻ്റെ കാലിലായി. നല്ല രസം, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. പണ്ട് ഇതിൽ കൂടിയൊക്കെ ഞാൻ കാല് കഴുകാൻ ഇറങ്ങിയിട്ട് എൻ്റെ ചെരുപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പാടത്തൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ. ഇവിടെ സമ്മതിച്ചില്ല. എനിക്ക് കുറേ നേരം ഇവിടെ എത്തണമെന്നുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ കുളിച്ച്. എല്ലാവർക്കും ഇങ്ങനത്തെ അനീതിമാർ തന്നെയൊക്കെ ആയിരിക്കും. ആ പൊക്കത്ത് കാണുന്ന കേട്ടോ. ഞങ്ങളിവിടെ ഒന്നും കാണത്തില്ല. അപ്പോ ഞാൻ വീഡിയോ നിർത്തുവാണ്. എല്ലാവർക്കും